Welcome to Arcade Stories. ബിസിനസ്മാൻ ഭാഗം 17. ഐബിനെയും കൂട്ടി അകത്തേക്ക് ചെല്ലുമ്പോൾ അനു അവിടെ സ്വീകരണമുറിയിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു. ഐബിന്റെ കൈയും പിടിച്ച് ആദ്യം ഞാൻ തന്നെ കടന്നു ചെന്നപ്പോ അവളുടെ മുഖത്ത് ഒരു ആശ്ചര്യഭാവം. രണ്ടും കൂടി കണ്ണുകൾ കൊണ്ട് കഥകളി കാട്ടുന്നു. കണ്ണുകൾ കൂർപ്പിച്ചൊന്ന് നോക്കിയതോടെ അവൾ മുഖം താഴ്ത്തി. തൊട്ടുപുറകെ തന്നെ ബാക്കിയുള്ളവരും അകത്തേക്ക് കടന്നു വന്നു. എല്ലാവരും ഇരുന്നു കഴിഞ്ഞ് പരസ്പരം നോക്കുക, എന്ത് പറഞ്ഞു തുടങ്ങണമെന്ന് ഓരോരുത്തരും ആലോചിക്കും പോലെ തോന്നി. ഡോക്ടറുടെ കണ്ണുകൾ അനുവിന്റെയും ഐബിന്റെയും മുഖത്താ. നിങ്ങളായി, നിങ്ങളുടെ പാടായി എന്ന ഭാവമാ രണ്ടിന്റെയും മുഖത്ത്. അല്പം മുന്നേ കയ്യും കലശം കാണിച്ച ആൾക്കാരാണിപ്പോ കണ്ടാല് നമ്മൾ വിളിച്ചു പരിചയപ്പെടുത്തേണ്ട അവസ്ഥയിലിരിക്കുന്നത്. രണ്ടുപേരും അപ്പോ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയതാന്നോ? അമ്മ സംസാരത്തിന് തുടക്കമിട്ടു. അതെ ആന്റി, അപ്പച്ചനോട് പെർമിഷൻ വാങ്ങിയിട്ട് ഇന്നല്പം നേരത്തെ ഇറങ്ങി. ഐബിന്റെ ചേച്ചിയാ. ആളുടെ പേരെന്താണാവോ? അന്നൊരിക്കൽ അനു പറഞ്ഞതാ, പക്ഷെ ഓർക്കുന്നില്ല. മോൾക്കറിയോ, ഇത് മറിയം വിൻസെന്റ്, ഐബിന്റെ ചേച്ചിയാ. അമ്മ പരിചയപ്പെടുത്തി. ഓ പിന്നെ എനിക്കറിഞ്ഞൂടെ. പറഞ്ഞിട്ട് പണ്ടേ പരിചയമുണ്ടെന്ന മട്ടിൽ പുള്ളിക്കാരിയെ നോക്കി ഒന്ന് ചിരിച്ചു കൊടുത്തു. ചുമ്മാ തള്ളിയതാണെന്ന് ഡോക്ടർക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ആ മുഖത്തൊരു അവലക്ഷണം നിറഞ്ഞ ചിരി. നിങ്ങൾ ഇങ്ങനെ അതും ഇതുമൊക്കെ സംസാരിച്ചിരിക്കാതെ കാര്യത്തിലേക്ക് കടക്കൂ. ഗോപിയച്ഛനാ. അനുവിന്റെ കാര്യമായതുകൊണ്ട് പുള്ളിക്ക് നല്ല ഉത്കണ്ഠയുണ്ട്. അത് കേട്ടതും ഡോക്ടർ ഒന്ന് ഇളകിയിരുന്നിട്ട് ഐബിനെ നോക്കി. ഐബിനോട് എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത് ഒരു കാര്യമാണ്. അനു പറഞ്ഞു നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന്, ശരിയാണോ? ഐബിൻ അനുവിനെ നോക്കുന്നു. ഇവനിപ്പോ അക്കാര്യത്തിൽ സംശയമായോ? ഐബിൻ അവളെ നോക്കുന്നത് എന്തിനാ? ഐബിന് പറയാനുള്ളത് പറയൂ. ഐബിനൊന്ന് ചുമച്ച് തൊണ്ട ശരിയാക്കിയിട്ട് ഡോക്ടറെ നോക്കി ചിരിച്ചു. അതെ ചേട്ടാ, ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തില. വെറും ഇഷ്ടം മാത്രമേ ഉള്ളോ, അതോ വിവാഹം കഴിച്ച് ജീവിക്കാൻ തന്നെയാണോ പ്ലാൻ? വിവാഹം കഴിച്ച് ജീവിക്കാൻ തന്നെയാണ് ഏട്ട പ്ലാൻ. ശരിയല്ലേ എന്ന മട്ടിൽ അവൻ വീണ്ടും അനുവിനെ നോക്കി. അവളിരുന്ന് തലകുലുക്കുന്നുണ്ട്. ഈ കാര്യത്തിൽ ഡോക്ടർ വിൻസെന്റിന്റെ നിലപാട് എന്തായിരിക്കുമെന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാലോ അല്ലേ? അങ്ങനെയുള്ളപ്പോ എന്തു ചെയ്യാനാ ഐബിന്റെ തീരുമാനം? ചേട്ടാ, ആരൊക്കെ എതിർത്താലും എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ അനുവിനെ മാത്രമേ വിവാഹം കഴിക്കൂ. അടിപൊളി. കാവിലമ്മയാണ് സത്യം എന്നുകൂടി അവന് പറയായിരുന്നു. കച്ചയുടുത്ത് കയ്യിൽ വാളും പരിചയവുമായി നിൽക്കുന്ന ഡോക്ടർ ഐബിനും മുണ്ടും ബ്ലൗസും ഒക്കെ ഉടുത്ത് മുടി ചാരിച്ച് ബണ്ണിട്ട് കെട്ടി മുല്ലപ്പൂവും ചൂടി നിൽക്കുന്ന ഡോക്ടർ അനുപു. കൊള്ള. ശേ, എന്തൊരു കഷ്ടായത്. എഴുത്തുകാരി ആയതുകൊണ്ടാന്ന് തോന്നുന്നു ഇടയ്ക്കിടെ ഇങ്ങനെ ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ മനസ്സിലേക്ക് കയറി വരും. അടങ്ങിയിരിക്കും പാറൂട്ടിയെ. സ്വയം മനസ്സിനെ സമാധാനിപ്പിച്ചിട്ട് വീണ്ടും അവരുടെ നേരെ നോക്കി. ഐബിൻ പറഞ്ഞത് കേട്ട് തൃപ്തരായതുപോലെ അമ്മയും അച്ഛനും പരസ്പരം നോക്കി ചിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ബിസിനസ്സുകാരൻ ഇതൊന്നും പോരാ എന്ന മട്ട. പറയാനൊക്കെ എളുപ്പമായി. പിൻ ഡോക്ടർ വിൻസെന്റിന്റെ പിടിപാട് എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാലോ. അപ്പോ അങ്ങേരുടെ കണ്ണ് വെട്ടിച്ച് എങ്ങനെ വിവാഹം കഴിക്കാനാ പ്ലാൻ? ദേ കിടക്കണ്. പറഞ്ഞ് ഇങ്ങരുടെ വഴിക്ക് കൊണ്ടുവരാനുള്ള പരിപാടിയാ. ഐബിൻ സഹായത്തിനെന്നോണം ചേച്ചിയെ നോക്കി. എന്റെ ഇച്ചായനും ഇവർ തമ്മിലുള്ള ഇഷ്ടത്തിന്റെ കാര്യമൊക്കെ അറിയാം. പുള്ളി കൂടെ നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ, അപ്പോ മറിയത്തിന്റെ വിവാഹം കഴിഞ്ഞതാ? ആരൊക്കെ കൂടെ നിൽക്കുമെന്നതല്ല വിഷയം, എങ്ങനെ വിവാഹം നടത്തുമെന്നതാ അറിയേണ്ടത്. ഡോക്ടർ തന്നെ പറയൂ എന്ത് വേണമെന്ന്. ഞങ്ങളെക്കാളൊക്കെ ലോകപരിചയമുള്ള ആളല്ലേ. ഓ, മറിയത്തിന്റെ വാക്കുകൾ കേട്ടപ്പോ അങ്ങരുടെ മുഖം ഒന്ന് കാണണം. ടീച്ചറുടെ ചോദ്യത്തിനുള്ള ഉത്തരം തനിക്ക് മാത്രമേ അറിയുന്ന ഗർവോടെ എഴുന്നേറ്റ് നിൽക്കുന്ന പിള്ളേരെ കണ്ടിട്ടുണ്ടോ? ഏതാണ്ട് അതുപോലെയായിരുന്നു ആ സമയം ഡോക്ടറുടെ മുഖം. സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹം കഴിക്കാനുള്ള ആപ്ലിക്കേഷൻ നാളെ തന്നെ കൊടുക്കുക എന്നതാ എന്റെ പ്ലാൻ. അത് ശരിയാകൂ ഡോക്ടറെ? മറിയം സംശയത്തോടെ മുഖം ചുളിച്ചു. ഓ, അതൊക്കെ ശരിയാകും. അവിടെ രജിസ്ട്രാറുടെ ഓഫീസിലെ നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരുണ്ട്. നോട്ടീസ് ആരും കാണാതെ അവർ നോക്കിക്കൊള്ളും. 30 ദിവസം കഴിയുന്ന അന്ന് നമ്മൾ പോയി വിവാഹം രജിസ്റ്റർ ചെയ്യും. അടുത്ത മാസം അവസാനം അമ്മാവന്റെ മോന്റെയും പിന്നെ ഇവളുടെ അനിയത്തിയുടെയും വിവാഹ നിശ്ചയമാണ്. അത് കഴിഞ്ഞാലുടനെ കല്യാണം. അത് നമുക്ക് പാലക്കാട് തന്നെയുള്ള ഏതെങ്കിലും നല്ലൊരു ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്താം. പള്ളിയിൽ വെച്ച് എന്തായാലും നടത്താനാവില്ലല്ലോ. അതോ ഇവളിനി മതം മാറണമെന്നോ മറ്റോ ഉണ്ടോ? പുള്ളി അവരെ അളക്കുക.
ഏയ് മതം മാറേണ്ട ആവശ്യമൊന്നുമില്ല. അവള് ജനിച്ചു വളർന്ന മതം അവൾക്ക് വലുതല്ലേ. ഇന്നത്തെ കാലത്ത് അതൊക്കെ അത്ര വലിയ പ്രശ്നമാണ് കേട്ടാ. ഇടുക്കൻ, അത് ഇഷ്ടപ്പെട്ടു. ഡോക്ടർക്കും അത് പിടിച്ചെന്ന് തോന്നുന്നു. അമ്മയും അച്ഛനും ഒന്നും മിണ്ടാതെ കേട്ടിരിക്കുക. പിന്നൊരു കാര്യമുള്ളത്, വിവാഹം കഴിഞ്ഞാൽ പിന്നെ ഇവളെയും കൊണ്ട് അവിടെ വീട്ടിൽ താമസിക്കാൻ നിന്റെ അപ്പച്ചൻ സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ബുദ്ധിമുട്ടാണ് ഏട്ടാ. വിവാഹം കഴിഞ്ഞാൽ വേറെ വീടെടുത്ത് താമസിക്കേണ്ടി വരും. മാത്രമല്ല പഠിത്തം കഴിഞ്ഞാൽ വേറെ എവിടെയെങ്കിലും ജോലി നോക്കേണ്ടതായിട്ടും വരും. ഏയ് അതിന്റെ ആവശ്യമൊന്നുമില്ല. വിവാഹം കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടാൾ ഇവിടെ തന്നെ താമസിച്ചാൽ മതി. ഇവിടെ ഇപ്പോ അതിനുള്ള സൗകര്യമൊക്കെ ധാരാളം ഉണ്ട്. പഠിത്തം കഴിഞ്ഞാൽ രണ്ടാൾക്കും നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ ജോയിൻ ചെയ്യുകയും ആവാം. എന്തു പറയുന്നു? ചോദിച്ചിട്ട് ഡോക്ടർ ഐബിനെയും അവന്റെ ചേച്ചിയെയും നോക്കുക. അവനെ വളച്ചൊടിച്ച് സ്വന്തം പാളയത്തിലാക്കാനുള്ള തത്രപ്പാടിൽ അങ്ങേരി. വിൻസെന്റിന്റെ സ്വത്തുക്കളിൽ പാതി ഡോക്ടറുടെ കഷ്ടത്തിലായ പിന്നെ അങ്ങേരെ പേടിക്കണ്ടല്ലോ. എങ്ങനെയുണ്ട് നമ്മുടെ ആശാന്റെ ബുദ്ധി? രണ്ടുപേരും കൂടുതലൊന്നും ആലോചിക്കാൻ നിൽക്കാതെ ഡോക്ടറെ നോക്കി തല കുലുക്കിയതോടെ ആ മുഖം ഒന്നുകൂടി തെളിഞ്ഞു. എന്നാ പിന്നെ നമുക്കിനി ചായ കുടിക്കാം അല്ലേ പാറൂട്ടിയെ? ഡോക്ടർ നോക്കിയതും എഴുന്നേറ്റ് അടുക്കളയിലേക്ക് നടന്നു. വിരുന്നുകാരെ കണ്ടിട്ട് ശാരദാമ്മ അപ്പോഴേക്കും ചായ തയ്യാറാക്കിയിരുന്നു. ചായയും പലഹാരങ്ങളും ഡൈനിങ് ടേബിളിലേക്ക് എടുത്തു വെച്ചോളാൻ പറഞ്ഞിട്ട് തിരികെ സ്വീകരണ മുറിയിലേക്ക് ചെന്നു. കാലത്ത് 10 മണിക്ക് തന്നെ രജിസ്റ്റർ ഓഫീസിലേക്ക് എത്തിയേക്കാം എന്ന് പറഞ്ഞിട്ടാ ചായ കുടിയും കഴിഞ്ഞ് ഐബനും ചേച്ചി ഇറങ്ങിയത്. അവർ പോയ ഉടനെ ഡോക്ടർ മുകളിലേക്ക് കയറിപ്പോയി. യാത്ര കഴിഞ്ഞ് വന്ന ഉടനെ തുടങ്ങിയ അംഗമാണേ. കൂടെ പോകണമെന്നൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അനുവിനോടൊരു കാര്യം ചോദിക്കാനുള്ളതിനാൽ അവിടെ തന്നെ നിന്നു. അമ്മയും അച്ഛനും അവരുടെ മുറിയിലേക്ക് പോയതും അനുവിനെ പിടിച്ചു നിർത്തി. ഡി, ആ ഐബി വന്ന് കയറിയ ഉടനെ എന്റെ കാലിലേക്ക് വീണായിരുന്നല്ലോ, എന്താ സംഭവം? അവൻ കാല് തൊട്ട് തൊഴുതപ്പം മുതൽ തോന്നിയ സംശയമാ. അവനത് ചെയ്തോ? അവൾക്ക് അത്ഭുതം. അത് ശരി, അപ്പൊ അതിനെപ്പറ്റി രണ്ടുപേരും തമ്മിൽ നേരത്തെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. സത്യം പറയാനോ, എന്താ കാര്യം? ഓ, അതൊന്നുമില്ല ചേച്ചി. ഈ കാര്യം ഇത്ര പെട്ടെന്ന് നടക്കാൻ കാരണം ചേച്ചിയല്ലേ. ഇതൊക്കെ എങ്ങനെ അവതരിപ്പിക്കുന്ന പ്രശ്നം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് രണ്ടാൾക്കും. ഇതിപ്പോ വളരെ നിസ്സാരമായിട്ടല്ലേ കാര്യം സാധിച്ചേ. അതിന്റെ ഒരു ബഹുമാനവും പ്രകടിപ്പിച്ചതാ. ചേച്ചിയെ കാണുമ്പോ കാല് തൊട്ട് തൊഴണമെന്ന് അവൻ പറഞ്ഞായിരുന്നു, പക്ഷെ ചെയ്യൊന്നും ഓർത്തില്ല. പൊന്നു മോളെ, അങ്ങനെ കാല് തൊട്ട് തൊഴുതൊട്ടൊന്നും ഒരു കാര്യവും ഇല്ല. ചെലവ് ചെയ്യണമെന്ന് അവനോട് പറഞ്ഞേ കേട്ടോ. ഓ, അതൊക്കെ ചേച്ചി. അവൾ അത് സന്തോഷത്തോടെ തല കുലുക്കി സമ്മതിച്ചു. മുറിയിലേക്ക് ചെല്ലുമ്പോ ഡോക്ടർ ബാത്റൂമിലായിരുന്നു. അങ്ങേരുടെ ഫോൺ മേശപ്പുറത്ത് നിന്ന് റിങ് ചെയ്യുന്നുണ്ട്. എടുത്തു നോക്കി. ഡോക്ടർ ഹാസിനി. ഇത് അവളല്ലേ? അല്പം ഇളക്കം കൂടുതലാണെന്ന് ഡോക്ടർ പറഞ്ഞ സാധനം. ഫോൺ ചാടി എടുത്ത് കോൾ കണക്ട് ചെയ്തിട്ട് ചെവിയിലേക്ക് വെച്ചു. ഹലോ, ഡോക്ടർ ആര്യട്ടനല്ലേ? ഫോണിന്റെ അങ്ങേ തലക്കിൽ നിന്നും ഞാൻ ഇന്നേ വരെ കേട്ടിട്ടില്ലാത്ത തരം വൃത്തികെട്ടൊരു ശബ്ദം ഒഴുകി വന്നു. കാലിന്റെ പെരുവിരല് തൊട്ട് മുകളിലേക്ക് അങ്ങോട്ട് വിറഞ്ഞു കയറി. അല്ല, ഡോക്ടറുടെ ഭാര്യ. നീ ആരാ? എന്റെ ശബ്ദത്തിന്റെ ടോണും നീ എന്നാ വിളിയും കേട്ട് അപ്പുറത്തുള്ള സാധനം ഞെട്ടിയെന്ന് തോന്നുന്നു. ഞാൻ ഞാൻ ഡോക്ടർ ഹാസിനി. ഫോണിൽ പേരില്ലേ? ഇതില് പേരും കുന്തോന്നുമില്ല. എന്താ വേണ്ടത്? ഇനി മേലിൽ അവളി ഫോണിലേക്ക് വിളിക്കരുത്. അമ്മാതിരി ടോണിലാ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നേ. മാഡം, ഞാൻ ഹോസ്പിറ്റലിലെ ഡോക്ടറാ. ഒരത്യാവശ്യ കാര്യം പറയാനുണ്ടായിരുന്നു. ഡോക്ടർ ഇവിടെ ഇല്ല. ഫോൺ കട്ട് ചെയ്തിട്ട് കിടക്കയിലേക്ക് ഇട്ടു. അവളുടെ ഒരു കാര്യട്ടൻ ചാപം. ഫോണിലേക്ക് നോക്കി പല്ല് കടിച്ച് നിൽക്കുമ്പോഴാ പിന്നിൽ ബാത്റൂമിന്റെ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടത്. എന്നാലും നീ ഒരു എഴുത്തുകാരിയല്ലേ വാറൂട്ടി? ഇങ്ങനത്തെ വാക്കുകളൊക്കെ ഉപയോഗിക്കാമോ? പിന്നിൽ നിന്നും ഡോക്ടറാ കളിയാക്കിയത്. പറഞ്ഞത് മുഴുവൻ കേട്ടെന്ന് തോന്നുന്നു. വെട്ടിത്തിരിഞ്ഞ് അങ്ങേരെ ഒന്ന് നോക്കി. ഒരു വാള് കൂടി കൈ കിട്ടിയിരുന്നേ ഉറഞ്ഞു തുള്ളാൻ തയ്യാറെടുത്ത പോലുള്ള എന്റെ ആ നിൽപ്പ് കണ്ടിട്ട് കാറ്റ് പോയ പോലെ ആ പാവം ബാത്റൂമിന്റെ വാതിൽക്കൽ തറഞ്ഞു നിൽപ്പുണ്ട്. എന്താ പറ്റിയത് പാറൂട്ടി? ആരെയായിരുന്നു നീ ഫോണിൽ ചീത്ത വിളിച്ചേ? ഈ ഉള്ളവളുടെ നിൽപ്പും ഭാവവും കണ്ടിട്ട് അടുത്തേക്ക് വരാൻ അല്പം ഭയമുള്ളതുപോലെ ബാത്റൂമിന്റെ വാതിലിൽ തന്നെ ചാരി നിന്നുകൊണ്ടാ ഡോക്ടറുടെ ചോദ്യം. മറുപടി പറയാൻ കട്ടിൽ കിടന്ന ഫോണും പൊക്കി പിടിച്ചുകൊണ്ടാ അങ്ങേരുടെ അടുത്തേക്ക് ചെന്നത്. സംഭവം എന്തെന്നറിയാതെ പുറത്തേക്കിറങ്ങി ഓടണോ അതോ ബാത്റൂമിനകത്ത് കയറി കഥ കിടക്കണോ എന്ന് ആലോചിച്ചുകൊണ്ടാന്ന് തോന്നുന്നു ഡോക്ടർ ചുറ്റിനും നോക്കുന്നുണ്ട്. ഞാൻ നിങ്ങളെ എന്തോന്നാ വിളിക്കാറുള്ളേ? ചോദ്യം കേട്ട് കാര്യം മനസ്സിലാവാത്തതുപോലെ പുള്ളിയുടെ പുരികങ്ങൾ ചൊളിഞ്ഞു.
എന്താ പ്രശ്നം? ആദ്യം ചോദിച്ചതിന് ഉത്തരം പറയും. എളിക്ക് കൈകുത്തി ഒന്നുകൂടി അടുത്തേക്ക് നീങ്ങി നിന്നു. ഡോക്ടറേന്ന്? ആ എന്നാ ഇനി തൊട്ടേ ഞാൻ ആര്യേട്ടാ എന്നാ വിളിക്കാൻ പോകുന്നേ. അയ്യേ! അങ്ങേരുടെ മുഖം വക്രിച്ചു. എന്തോന്ന് കയ്യേന്ന്? അതിലും ഭേദം നീ എന്നെ രണ്ട് തെറി പറയുന്നതാ. അത് ശരി, അപ്പൊ ഞാൻ വിളിച്ചല്ലേ പ്രശ്നമുള്ളല്ലേ? കണ്ടോളുമാർക്കൊക്കെ നിങ്ങളെ കാര്യേട്ടാ കുരിയേട്ടാ എന്നൊക്കെ വിളിക്കാം, ഒരു കുഴപ്പമില്ല. നീ ഇതെന്തോന്നാ പാറൂട്ടി പറയുന്നേ? ആര് വിളിച്ചെന്നാ? ഇവള് ഫോണിൽ കോൾ ലോഗ് എടുത്ത് ഡോക്ടർ ഹാസിനിയുടെ പേര് കാട്ടിക്കൊണ്ടായിരുന്നു ബാക്കി പറഞ്ഞത്. ദേ ഇവളാ ഇപ്പൊ വിളിച്ച്, അവളുടെ ആര്യേട്ടനില്ലേന്ന്. എവിടെ നോക്കട്ടെ? ഡോക്ടർ ഫോണിനായി കൈ നീട്ടി. അങ്ങനെ ഇപ്പൊ നോക്കണ്ട, അല്ലേലും എന്തോന്ന് ഇത്ര നോക്കാൻ? സത്യം പറ മനുഷ്യ, അവൾ എന്തിനാ നിങ്ങളെ അങ്ങനെ വിളിച്ചത്? ഈ എന്റെ പൊന്നു പാറൂട്ടി, സത്യമായിട്ട് എനിക്കറിയത്തില്ല. അവൾ ഇടയ്ക്ക് ഇങ്ങനെ വിളിക്കാറൊക്കെ ഉണ്ട്, അപ്പോഴൊക്കെ ഞാൻ വാൺ ചെയ്തിട്ടുള്ളതാ. ഓഹോ, അത് ശരി. അപ്പോ നിങ്ങളുടെ വാണിംഗ് അത്രയ്ക്ക് അങ്ങോട്ട് ഏറ്റിട്ടില്ല, അതാ അവള് പിന്നെ കയറി കൊത്താൻ നോക്കുന്നേ. ഇനി എന്റെ വക ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാം. എന്തായാലും കല്യാണം കഴിഞ്ഞിട്ട് ഇന്നേ വരെ ആ ഹോസ്പിറ്റൽ ഒന്ന് പോയി കാണാൻ പറ്റിയിട്ടില്ല. നാളെയല്ലേ ലീവ് കഴിഞ്ഞ് ചാർജ് എടുക്കുന്നേ? അതെ. നാളെ ഞാനും വരുന്നുണ്ട്. എന്തിന്? അതെന്താ ഞാനും വരുന്നെന്ന് പറഞ്ഞപ്പോ ഇതിനും മാത്രം എക്സ്പ്രഷൻ? അയ്യോ, ഒന്നുമില്ലേ. എന്തിനാന്ന് വെറുതെ ചോദിച്ചതേ ഉള്ളൂ. അങ്ങേര് കൈ കൂപ്പി. ചുമ്മാ ആ മുതലിനെ ഒന്ന് കണ്ട് പുന്നാരിക്കാൻ. എന്നാ ഫോൺ ഡോക്ടറുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തിട്ട് അങ്ങയുടെ കയ്യിലിരുന്ന ബാത്തവലും വാങ്ങി ബാത്റൂമിലേക്ക് കയറുമ്പോഴും പുള്ളിക്കാരൻ വാതിൽക്ക് തന്നെ പിരിവെട്ടിയതുപോലെ നിൽപ്പുണ്ടായിരുന്നു. സന്ധ്യ കഴിഞ്ഞിരുന്നെങ്കിലും സാധാരണ ചെയ്യാറുള്ളത് പോലെ തന്നെ പൂജാമുറിയിൽ വിളക്ക് വെച്ചു. പ്രാർത്ഥിക്കുന്നതിനിടയിൽ പതിവില്ലാതെ അനു കടന്നു വന്നു. വിവാഹം തീരുമാനിച്ചതുകൊണ്ട് ഭക്തി കൂടിയതാണോ ആവോ? പക്ഷെ അവളുടെ നിൽപ്പ് കണ്ടപ്പോ എന്തോ പറയാനുള്ളത് പോലെ തോന്നി. പ്രാർത്ഥിച്ചു കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയതും അവൾ ഒപ്പം വന്നു. അവളുടെ മുഖത്ത് എന്തോ ഒരു വേവലാതി ഉള്ളതുപോലെ. ഹാളിലേക്ക് കടന്നതും അവളുടെ കയ്യിൽ പിടിച്ച് നിർത്തിയിട്ട് ചോദിച്ചു, എന്താടാ? അവൾ എന്നെയും പിടിച്ചു വലിച്ചുകൊണ്ട് പുറത്തെ തോട്ടത്തിലേക്ക് ഇറങ്ങി. അവിടെ മുല്ലയുടെ കടക്കലായിട്ടിരുന്ന ബെഞ്ചിലേക്ക് ഇരുന്നിട്ട് അവൾ പറയാൻ തുടങ്ങി, ചേച്ചി, ആ വിൻസെന്റ് ഏട്ടനെതിരെ എന്തൊക്കെയോ പുതിയ പ്രശ്നങ്ങൾ ഒപ്പിക്കാനുള്ള പരിപാടിയാ. അത് നിനക്കെങ്ങനെ അറിയാം? ഐബിൻ പറഞ്ഞോ? അവൾ തലകുലുക്കി. എന്താ കാര്യമൊന്നൊന്നും അവൻ അറിയത്തില്ല. പക്ഷെ കുറച്ച് ദിവസങ്ങളായി അപ്പച്ചന്റെ ഫോൺ വിളി കൂടുതലാന്നാ അവൻ പറഞ്ഞത്. ആരോടൊക്കെയോ വിളിച്ച് സംസാരിക്കുന്ന കൂട്ടത്തിൽ ഏട്ടന്റെ പേരും പറയുന്നത് അവൻ കേട്ടെന്ന്. ആണോ? ഞാനെന്തായാലും ഡോക്ടറോട് പറയാം. പക്ഷെ പുള്ളി ഇതത്ര കാര്യമായിട്ട് എടുക്കുമെന്ന് തോന്നുന്നില്ല. പറഞ്ഞാലും നമ്മളോട് പറയാൻ പോകുന്നത് ഡോൺ വറി, ഞാനൊരു ബിസിനസ്സുകാരൻ എന്നായിരിക്കും. അത് ശരിയാ. എന്നാലും ചേച്ചി ഒന്ന് പറഞ്ഞേക്ക്. ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം. നീ വരുന്ന മുകളിലേക്ക്. ഏയ് ചേച്ചി പോയിക്കൂ. അവൾ കയ്യിലിരുന്ന ഫോൺ ഉയർത്തിക്കാട്ടി. പൂവ് മനസ്സിലായി, നടക്കട്ടെ നടക്കട്ടെ. അവളുടെ മൂക്കിൻ തമ്മിലൊന്ന് കിള്ളി വലിച്ചിട്ട് അകത്തേക്ക് കയറി. മുകളിൽ ചെല്ലുമ്പോൾ ബെഡ്റൂമിന് പുറത്തെ വർക്കൗട്ട് ഹാളിൽ ഒരു വശത്തുള്ള ടിവിയിൽ സിനിമാ പാട്ടുകൾ കണ്ടിരിക്കുകയായിരുന്നു ഡോക്ടർ. സെറ്റിയിൽ ചാരി കിടന്ന് കാലെടുത്ത് തൊട്ടു മുന്നിലെ ടീപ്പോയിലേക്ക് കയറ്റിയും വെച്ച് കൈകൾ നെഞ്ചിൽ പിണച്ചു കെട്ടി സപ്രമഞ്ച കട്ടിൽ കിടക്കും പോലെയാ ആശാന്റെ കിടപ്പ്. വശത്തുകൂടി കയറി ചെന്നൊന്നും ആൾ അറിഞ്ഞിട്ടില്ല. തൊട്ടടുത്തേക്ക് ചെന്ന് ചെവിക്കരികിലേക്ക് കുനിഞ്ഞു വിളിച്ചു, ആര്യേട്ടാ. ആള് ഞെട്ടിത്തിരിഞ്ഞ് ചെളി കൊണ്ടുള്ള ഏറ് കിട്ടിയതുപോലെ മുഖം ചുളിച്ചു. അങ്ങനെ നോക്കി കണ്ണുകൾ തുരുതുര ചിമ്മി അടച്ചുകൊണ്ട് പണ്ടത്തെ കറുത്തമ്മയുടെ സ്റ്റൈലിൽ ഒരിക്കൽ കൂടി ഒന്ന് വിളിച്ചു, എന്റെ ആര്യേട്ടാ. പ്ലീസ് പാറൂട്ടിയെ, ദൈവത്തെ ഓർത്ത് നീ അങ്ങനെ വിളിക്കല്ലേ. അയ്യടാ, എന്നിട്ട് അവള് വിളിക്കുന്നുണ്ടല്ലോ. എടി, ഞാൻ പറഞ്ഞില്ലേ, അവളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ അങ്ങനെ വിളിക്കരുതെന്ന്. ഞാൻ ആലോചിക്കട്ടെ. അലസമായി പറഞ്ഞു. എന്ത്? ആര്യേട്ടാന്ന് വിളിക്കണോ വേണ്ടയോ എന്ന്. ഡോക്ടർ മുഖത്തൊരു ദൈന്യതയുടെ എക്സ്പ്രഷനും ഇട്ട് നോക്കുന്നു. ആ കൈയെടുത്ത് മാറ്റിക്കേ. നെഞ്ചിൽ പിണച്ചു കെട്ടി വെച്ചിരിക്കുന്ന കൈകളിലേക്ക് നോക്കിക്കൊണ്ടാ പറഞ്ഞത്. എന്തിനാ? ചോദ്യം കേട്ട ഞാൻ ഏതാണ്ട് അങ്ങയുടെ നെഞ്ചിലിട്ട് ചവിട്ടാൻ പോവുകയാണെന്ന് തോന്നുന്നു. എനിക്ക് കിടക്കണം. ആഹാ, അത്രേ ഉള്ളൂ. എന്നാ വാടകുട്ട. കൈകൾ വിടർത്തി പിടിച്ച് ഡോക്ടർ വിളിച്ചപ്പോ ആ നെഞ്ചിലേക്ക് കയറി കമഴ്ന്ന് കിടന്നിട്ട് കാലുകൾ ടീപ്പോയിലേക്ക് നീട്ടിവെച്ചു.
നെഞ്ചിൽ തലവെച്ച് കിടന്നതും അങ്ങേരെ ഇടത്തെ കൈകൊണ്ട് ചുറ്റി പിടിച്ചിട്ട് പാട്ടിന്റെ വോള്യം കൂട്ടി. കഥ തുടരുന്നു എന്ന സിനിമയിലെ ആരോ പാടുന്നു ദൂരെ ആത്മാവിൽ നോവുള്ള പോലെ എന്ന ഹരിഹരനും ചിത്രയും ചേർന്ന് പാടിയ പാട്ട് ടി വിയിൽ നിന്നും കേൾക്കാം. കണ്ണുകൾ അടച്ച് ആ പാട്ടും കേട്ട് കിടന്നു. പ്രാണന്റെ സംഗീതം ചോരുന്ന പോലെ, ഓർമ്മ വന്നൊരുമ്മ തന്ന പോലെ എന്ന വരികളിലെത്തിയപ്പോ കവിളിൽ ചുണ്ടുകളുടെ ഒരു നനുത്ത സ്പർശം. കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ ആ നെഞ്ചിൽ കിടന്ന് മെല്ലെ ചിരിച്ചു. ടി വിയിലെ പാട്ട് വീണ്ടും തുടർന്നു. പാട്ട് കഴിഞ്ഞതും മുഖമുയർത്തി ഡോക്ടറെ നോക്കി. ഡോക്ടറെ, ഉം. ഡോക്ടർക്ക് ഒരു പണി വരുന്നുണ്ട് കേട്ടോ. ഏ, പണിയോ? ആ, നമ്മുടെ ഡോക്ടർ വിൻസെന്റ് എന്തൊക്കെയോ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നുണ്ടെന്ന് ഐബിൻ അനുവിനോട് പറഞ്ഞു എന്ന്. അത്രേ ഉള്ളൂ. ഏടി പാറൂട്ടിയെ, ഞാനേ ഒരു ബിസിനസ്സുകാരൻ കൂടിയാ. അങ്ങനല്ല, അങ്ങനെയുടെ അപ്പം വിചാരിച്ചാലും എന്നൊരു ചുക്കും ചെയ്യാനൊക്കത്തില്ല. പ്രതീക്ഷിച്ച മറുപടി ആയതുകൊണ്ട് വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല. വീണ്ടും ആ നെഞ്ചിലേക്ക് തല ചായച്ചിട്ട് ടി വിയിലെ പാട്ടുകൾ കേട്ട് കിടന്നു. മുടിയിഴകളിലൂടെ വിരലുകൾ ഒഴുകി നടന്നപ്പോ അറിയാതെ കണ്ണുകൾ അടഞ്ഞുപോയി. ഡോക്ടർ തട്ടി വിളിച്ചപ്പോഴാ ആ ഉറക്കത്തിൽ നിന്ന് ഉണർന്നത്. അപ്പോഴും ഡോക്ടർ നെഞ്ചിൽ തന്നെ കിടക്കുകയായിരുന്നു. ഇതെന്തൊരു ഉറക്കാ പാറൂട്ടിയെ? എഴുന്നേറ്റ് ഭക്ഷണമൊന്നും കഴിക്കണ്ടേ? കണ്ണ് തിരുമിക്കൊണ്ട് ഡോക്ടറുടെ മടിയിൽ എഴുന്നേറ്റിരുന്നു. ടി വിയിൽ നിന്നും അപ്പോഴും പാട്ടുകൾ കേൾക്കാം. വല്ലാത്ത ക്ഷീണം തോന്നി. അല്ലേലും വൈകുന്നേരം കിടന്നുറങ്ങിയ പിന്നെ ക്ഷീണമായിരിക്കും. അതുകൊണ്ട് തന്നെ ഒന്നും കഴിക്കാനും തോന്നിയില്ല. ഇരിപ്പ് കണ്ടപ്പോൾ തന്നെ അക്കാര്യം ഡോക്ടർക്ക് മനസ്സിലായി. ഡേ, രാത്രി ഭക്ഷണം കഴിക്കാതെ കിടന്നുറങ്ങാൻ പറ്റില്ലട്ടോ. വേഗം പോയി മുഖം കഴുകിയിട്ടൊന്നേ. എനിക്ക് വേണ്ട ഡോക്ടറെ. ചിണുങ്ങിക്കൊണ്ട് ആ മുഖത്തേക്ക് നോക്കി. ഒരു രക്ഷയില്ല. ബിസിനസിന്റെ കാര്യത്തിൽ മാത്രമല്ല, ആരോഗ്യം നോക്കുന്ന കാര്യത്തിലും ഇങ്ങനെ ആള് പുലിയാ. എന്നാ ഭക്ഷണം ഇങ്ങോട്ട് എടുക്കാൻ പറയട്ടെ? വേണ്ട, താഴെ പോയി കഴിക്കാം. പക്ഷേ എനിക്ക് ഒരു ഗ്ലാസ് പാലും പഴവും മാത്രം മതി. ഓ, ആയിക്കോട്ടെ. എന്തേലും ഒന്ന് കഴിച്ചാ മതി. മൂളിക്കൊണ്ട് ആ മടിയിൽ നിന്നും എഴുന്നേറ്റു. ആടി തൂങ്ങിയുള്ള നിൽപ്പ് കണ്ടിട്ട് ഡോക്ടർ എഴുന്നേറ്റ് അടുത്തേക്ക് വന്നു. എന്തേ, എടുക്കണോടാ? അയ്യേ പോയി. ഇതേ ഫിൻലൻഡ് അല്ല, ഓ വന്നേ. ഡോക്ടറുടെ കൈകളിൽ തൂങ്ങി താഴേക്ക് ഇറങ്ങുമ്പോ നാളെ ഹാസിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളതായിരുന്നു പ്രധാന ചിന്ത. തുടരും. ബിസിനസ്മാൻ അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങൾ പറയുന്നതിനൊപ്പം കഥയുടെ ലിങ്ക് സാധിക്കുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് നൽകിയും ലൈക്കുകൾ തന്നും സപ്പോർട്ടുമായി എന്നും കൂടെ ഉണ്ടാകണേ. താങ്ക് യു. See you soon.